ആദ്യം ഇതാ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ എടുക്കുന്നത്. 1/2 ലിറ്റർ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മൂടിയുടെ നടുഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ ഹോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഹുക്ക് എടുത്തിട്ട് അതിൽ കയറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അത് നമ്മൾ ഊരി വെച്ചതിന് ശേഷം നമ്മൾ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മളിതാ ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളത് ഇതേപോലെ ഒരു റൗണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പീസാണ്. അപ്പോൾ അത് ഇതേപോലെ ഒരു കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, പൊട്ടിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിന്നാണ് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി ആ റൗണ്ട് പീസ് എടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിൽ ഇതേപോലെ ബോട്ടിലിൻ്റെ വായ്ഭാഗം അതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ വായ്ഭാഗം കടക്കുന്ന രീതിയിൽ നമ്മൾ ആ ഷീറ്റിന്, അതായത് നമ്മുടെ ആ റൗണ്ട് ഷീറ്റിന് നമ്മൾ ഒരു ഹോള് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോള് നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇതേപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ വായ്ഭാഗം കടക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഹോള് തയ്യാറാക്കിയത്. അതിനുശേഷം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് മൂടി ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ബോട്ടിലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഷീറ്റിന് മുകൾ ഭാഗത്ത്, അതായത് ഷീറ്റിന് മുകളിൽ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് വരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷീറ്റ് നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. 6 ഭാഗങ്ങളിലായിട്ട് നമ്മളിതാ 6 ചാല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ എടുക്കുന്നത് MC-യിലാണ്. അപ്പോൾ അതിൽ നിന്ന് 2 ട്യൂബ് ഉണ്ടാവും MC-ൻ്റെ. അപ്പോൾ ആ 2 ട്യൂബും നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ 2 ട്യൂബിൽ നിന്നും തുല്യ അളവിൽ നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ മൂടി ഒന്ന് നമ്മൾ ഊരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് MC-യിൽ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഹുക്ക് ഫിറ്റ് ചെയ്തതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹുക്ക് കഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MC-യിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ മൂടി നന്നായിട്ട് തിരിച്ച് കുടുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് തിരിച്ച് കുടുക്കിയെടുക്കുന്നുണ്ട്. ആ മൂടി കുടുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് MC-യിൽ എടുക്കുന്നുണ്ട്. MC-യിൽ എടുത്ത് അതൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട്, നമ്മുടെ ആ ഷീറ്റ് വെച്ചതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ആ ബോട്ടിലിൻ്റെ മൂടി വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ MC-യിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ MC-യിലൊന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമുക്ക് ഇതേപോലെയുള്ള 2 ഷീറ്റുകൾ കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതേപോലെയുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വരച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഷീറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ബോട്ടിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്ത ഈ ഭാഗം, അതായത് ഈ ഷീറ്റ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 സൈഡിലേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് മരത്തിൻ്റെ പൊടി കൊടുത്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ ബോട്ടിലിൻ്റെ 2 ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മരത്തിൻ്റെ പൊടിയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ബലത്തോടു കൂടി അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ 2 ഭാഗത്തേക്ക് നമ്മൾ ചിറകുകളൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലാക്ക് മാറ്റ് കളർ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് മുഴുവൻ ഭാഗവും ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ അത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. ഒരു ചിത്രശലഭത്തിൻ്റെ കളർ നമ്മൾ ഇതിൽ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുമരിലുള്ള, അതായത് നമ്മളെ ബാത്റൂമിലൊക്കെ ചുമരിൽ ആണി കൊടുത്തതിന് ശേഷം നമുക്കത് ഇതേപോലെ ഹാങ്ങിങ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഉപയോഗം കാണാം. അടിപൊളിയായിട്ടുള്ള ഉപയോഗമാണ്. നമ്മുടെ ബ്രഷുകളൊക്കെ നമുക്കിതിലേക്ക് ഹോൾഡർ ചെയ്ത് വെക്കാൻ കഴിയും. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ആ ബോട്ടിൽ നമുക്ക് പേസ്റ്റ് വെക്കാൻ കഴിയും, ടൂത്ത് പേസ്റ്റ് നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ടൂത്ത് ബ്രഷ് ഹോൾഡർ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാം. പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷുകൾ നമുക്ക് ഇതേപോലെ എത്ര ബ്രഷ് വേണമെങ്കിലും ഒരു ഫാമിലിയിലുള്ളതാണ്. നമ്മൾ 6 ബ്രഷ് വെക്കാനുള്ള ഇതാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 6 ബ്രഷ് നമുക്ക് ഇതിൽ വെക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ 4 ആണുള്ളത്. അപ്പോൾ 4 പേരുടെ 4 ബ്രഷ് ഞങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് ബാത്റൂമിൽ ഇത് ഫിറ്റ് ചെയ്യാം. സൂപ്പർ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ ബ്രഷ് ഹോൾഡറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.